നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. വളരെ സംതൃപ്തമായ ഒരു മനസ്സോടുകൂടിയാണ് ക്ഷേത്ര മീഡിയ ഈ ഒരു അഭിമുഖത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ചിരപുരാതനവും പ്രാചീനവും എന്നാൽ നിത്യനൂതനവുമായി നിലകൊണ്ടിടുന്ന അമയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുകയാണ്. ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഉത്സവത്തിൻ്റെ വളരെ പ്രാചീന കാലത്ത് നടത്തിയ ഒരു ഉത്സവം പിന്നീട് വന്ന പരിണാമങ്ങളിലൂടെ ഇന്നിപ്പോൾ ഈ ഒരു ഉത്സവം ആഘോഷിക്കുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ക്ഷേത്രമെന്ന് പറയുന്നത് അവനവൻ്റെ ഗാത്ര സമാനമാണ് എന്ന ആ ഒരു തത്വചിന്തയുടെ വെളിച്ചത്തിൽ നിരവധി കർമ്മപ്രവർത്തനങ്ങൾ നടത്തി, സേവന പ്രവർത്തനങ്ങൾ നടത്തി ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ എന്താ പറയുക, എല്ലാവർക്കും ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു പേരാണ് അച്ചായൻസ് ഗോൾഡ്. ആ അച്ചായൻസ് ഗോൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും ഒരു മനുഷ്യസ്നേഹിയുമായ ശ്രീ ടോണി അവർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ തിരുനടയിൽ വെച്ച് ഈ ക്ഷേത്ര സമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു അനുമോദനം നൽകുക എന്ന് പറഞ്ഞാൽ അത് അതിഥി ദേവോ ഭവ എന്ന സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആപ്തവാക്യത്തിൻ്റെ അർത്ഥപ്പൊരുളിനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആദരിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത്. അത് ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം വളരെയധികം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അദ്ദേഹത്തെ ഈ മാവ് വളരെയധികം പരിപക്വമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തിലേക്കാണ് എല്ലാവരും കല്ലെറിയുക. ആ കല്ലെറിയുന്നത് ഒരു സുഖകരമായ ഒരു അവസ്ഥ അനുഭവമായി പറയുന്നു അദ്ദേഹം. പല പോസ്റ്റുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, എറിയട്ടെ, അവർ പറയട്ടെ, എന്നെക്കുറിച്ച് പറയട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന ഉറച്ച ബോധം കൊണ്ട് മാത്രമാണ് ഈ രംഗത്ത് അദ്ദേഹത്തിന് കർമ്മശേഷി തെളിയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാക്ഷേത്രത്തിന് തൻ്റേതായ രീതിയിൽ ഒരു മാനുഷിക മൂല്യത്തെ വെച്ചുകൊണ്ട് ആധ്യാത്മിക രംഗത്ത് ഒരുപാട് പ്രാചീനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ മറുകൈ അറിയരുത് എന്നുള്ള മഹാവാക്യത്തിൻ്റെ ആ അർത്ഥതലം കൂടി ചേർന്ന് ഇദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷകരമായ വ്യക്തിത്വത്തെ കൂടി നമ്മളിന്നിവിടെ ആദരിക്കും. കാരണം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചരിത്രപ്രസിദ്ധമായ, വർണ്ണാഭമായ, വൈവിധ്യമാർന്ന ഉത്സവം നടത്തിയത് ഈ 2025 ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവം തന്നെയാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഏറ്റുമാനൂരപ്പം നിയോഗിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, ശ്രീ അരവിന്ദ് ജി മേനോൻ. ഈ അരവിന്ദ് ജി, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഈ ഒരു ഉത്സവത്തിൻ്റെ പേരിലായിരിക്കും നാളെ ചരിത്രം. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മഹാദേവന്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും അതുപോലെ തന്നെ ഈ ഉത്സവത്തിനും പങ്കാളിയായിട്ടുള്ള ശ്രീ ടോണി അവர்களுം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ശ്രീ അരവിന്ദ് നായരും ഒപ്പം ആ ഉത്സവത്തിൻ്റെ മേളം മുഴുവൻ സംയോജനം ചെയ്തിട്ടുള്ള ശ്രീ മാലൻ മനോജും ഒക്കെ നമ്മളെല്ലാവരും അറിയപ്പെടേണ്ട വ്യക്തികളാണ്, ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ്. കാരണം അതിഥികളെ നമ്മൾ അറിഞ്ഞ് ആദരിക്കുന്നത് ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ സംസ്കാരമാണ്. ആയതുകൊണ്ട് തന്നെ ആ ആദരവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം നമുക്ക് ടോണി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അതിനായി പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു പൊന്നാട അണിയിച്ച് അവരുടെ ഒരു ചെറിയൊരു ഉപഹാരം, ഒരു ആദരവ് നൽകുകയാണ്. തീർച്ചയായും ഇത് നമ്മുടെ മഹാവാക്യമായിട്ടുള്ള അതിഥി ദേവോ ഭവ എന്ന വാക്യത്തിൻ്റെ അർത്ഥതലം മാത്രമല്ല, വേദകാലത്തിൻ്റെ അനുഷ്ഠാനകരമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു ആദരവിനുണ്ട്. അതിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. നാളെ ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇതൊരു പൊൻതുകളായിരിക്കും. ഈ സന്ദർഭത്തിൽ ഒരു 2 വാക്ക് പ്രേക്ഷകരോട് പറയണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിടുത്തുകാരനാണെന്ന് ആർക്കും അറിയില്ല, അതാണ് സത്യം. കേരളത്തിലെല്ലാവരും അച്ചായൻസ് ഗോൾഡ് അല്ലെങ്കിൽ അച്ചായനെ അറിയാമെങ്കിൽ ഞാൻ എവിടുത്താണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ അമയനൂരപ്പൻ്റെ നടയിൽ നിന്നാണ് എൻ്റെ തുടക്കവും. നിങ്ങൾക്കറിയാം, ഒരു 2 വർഷം മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. ഇവിടുന്ന് തന്നെയാണ് എൻ്റെ തുടക്കം. ഇവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവർക്കും തന്നെ അറിയാം. ഇവിടുത്തെ അനുഗ്രഹവും കാര്യങ്ങളുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ജാതി മത ഭേദമന്യേ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള എനിക്ക് അമ്പലവുമായിട്ടാണ്.
പല അമ്പലങ്ങളിലും എന്നെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ അരവിന്ദ് സാർ ഏറ്റുമാനൂർ അവസാനത്തെ വളരെ സന്തോഷമുണ്ട്. കാരണം ഏറ്റുമാനൂർ ഉത്സവം അരവിന്ദ് സാറിന്റെ കഴിവുണ്ട്. അതിലും കൂടെ ഞങ്ങളും കൂടെ പങ്കെടുത്ത് അടിപൊളിയായിട്ട് നടത്താൻ പറ്റുക. ഉറപ്പായിട്ടും അതുപോലെ തിരുനക്കര, ചെങ്ങള, അമേനൂർ ഒത്തിരി അമ്പലങ്ങൾക്ക് ഞങ്ങൾ ഭാഗമാക്കി. ഇത്രേ ഉള്ളൂ. അമേനൂർ അപ്പന്റെ നടയിൽ നിന്ന് തുടങ്ങി ഇന്നും തേരോട്ടം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല, മുന്നോട്ട് തന്നെ പോകുന്നു. ഇതിന് എന്റെ അയർക്കുന്നക്കാർ ശക്തി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ ചൈത്രയാത്ര തുടരട്ടെ. അതിനു വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ഓജസ്സും വീര്യവും കഴിവും അതുപോലെ തന്നെ ക്ഷേമവും ഐശ്വര്യവും മഹാദേവൻ ടോണിച്ചായന് നൽകട്ടെ. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും എൻ്റെ മനസ്സിൽ അമ്പലമുണ്ടെന്ന് പറയുന്ന ആ മാനുഷിക മൂല്യത്തെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായും ഇത് ഒരു സന്ദേശം തന്നെയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അടുത്തതായി നമ്മുടെ അരവിന്ദ് സാറിനെ ആദരിക്കലാണ്. സെക്രട്ടറി അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിച്ച് അരവിന്ദ് സാറിനെ ആദരിക്കുന്നു. അവിചാരിതമായി ഉത്സവം കാണാൻ ഇവിടെ എത്തിച്ചേർന്ന അരവിന്ദ് സാറിനെ ഇങ്ങനെ ഒരു ആദരവ് നൽകാനായിട്ട് ക്ഷണിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ വെച്ച് ഒരു വലിയൊരു മഹോത്സവത്തിന്റെ എന്താ പറയുക തിരശീല മാറ്റി വീണ്ടും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ ജനാരവങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഭാഗ്യം പോലെ കാണുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് വന്നു ഏറ്റുമാനൂരപ്പൻ്റെ ആ ഉത്സവം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. അതെല്ലാ ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് നമുക്ക് സാധിച്ചത്. അല്ല അവരുടെ ഒരു സന്തോഷം നമ്മളിൽ അത് പങ്കുചേരുന്നു. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതെ തീർച്ചയായിട്ടും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അമയന്നൂരപ്പന്റെ അനുഗ്രഹം ഈ കാണുന്ന ക്ഷേത്ര സമിതി അംഗങ്ങൾക്ക് ഉണ്ടാവട്ടെ. കാരണം അവരത്രമാത്രം ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി മനസ്സും ശരീരവും സമർപ്പിച്ച് അവർ വളരെയധികം സമർപ്പണ ഭാവത്തോടു കൂടി ആണ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് അരവിന്ദ് സാർ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു മനുഷ്യ സ്നേഹിയുടെ അഥവാ ഒരു ഈശ്വര വിശ്വാസിയുടെ ഭക്തന്റെ ഉപദേശത്തെക്കാൾ ഉപരി അതൊരു അനുഗ്രഹ വർഷമായി കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഉത്സവം മേളം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടന്മാരാരുടെ മേളമാണ് നടക്കുന്നത്. അത് നമുക്ക് ആസ്വദിക്കാം. ഇവരുടെ സന്ദർശനം, ഇവരുടെ സാന്നിധ്യം, ഇവരുടെ എന്താ പറയുക പിന്തുണ ഇതെന്നും ഉണ്ടാവട്ടെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ക്ഷേത്ര മീഡിയ എന്ന് പറയുന്ന ഞങ്ങൾ ഓൺലൈൻ ചാനൽ ഇന്നിവിടെ ലോകം മുഴുവൻ ഈ ഉത്സവത്തെ കാണിക്കുന്നതിന് കാരണക്കാരൻ കൂടിയാണ് ശ്രീ ടോണിച്ചായൻ. അതുകൊണ്ട് ഞങ്ങളുടെ സ്പോൺസറിനെ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം മാത്രം, ഞങ്ങൾക്കും അതുപോലെ ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും ഒന്ന് അനുമോദിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടോണിച്ചായൻ, അത് ടോണിച്ചായനല്ലേ? ടോണിച്ചായല്ല, രണ്ട് വ്യക്തിത്വങ്ങളെയും ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്ര മീഡിയ CEO സതീശൻ നായർ അവർക്ക് ഒരു പൊന്നാട അണിയിച്ച് കൂട്ടായ ഒരു അനുമോദനം നൽകി ആദരിക്കുകയാണ്. ഈ പിന്തുണ എന്നും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കുകയാണ്. തീർച്ചയായും ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. ക്ഷേത്ര മീഡിയ ക്യാമറാമാൻ സുധിയോടൊപ്പം ക്ഷേത്ര മീഡിയ മാണിക്കൻ മഞ്ഞാടി, അമ്മയന്നൂർ.